കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്ത്, അതായത് ഇപ്പോഴത്തെ ഛത്രപതി സംഭാജി നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ക്ഷേത്രമാണ് കൃഷ്ണേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം. 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും അവസാനത്തെ ജ്യോതിർലിംഗമായിട്ട് കണക്കാക്കുന്ന ജ്യോതിർലിംഗമാണ് കൃഷ്ണേശ്വർ ജ്യോതിർലിംഗം. 18-ാം നൂറ്റാണ്ടിൽ ഇൻഡോറിലെ രാജ്ഞിയായിരുന്ന അഹല്യാഭായ് ഹോൾക്കറാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. മുഗൾ ഭരണകാലത്ത് പലതവണ ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്ത ഈ ക്ഷേത്രം പിൽക്കാലത്ത് ശിവാജി മഹാരാജാവിൻ്റെ പിതാമഹനായ മാലോജി രാജാ ഭോസ്ലെ പുനരുദ്ധരിച്ചു. പിന്നീട് 1700-കളുടെ അവസാനത്തോടെയാണ് അഹല്യാഭായ് ഹോൾക്കർ ഈ ക്ഷേത്രത്തിന് ഇന്നത്തെ കാണുന്ന പ്രൗഢമായ രൂപം നൽകിയത്. കറുപ്പും ചുവപ്പും കലർന്ന ബസാൾട്ട് ശിലകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് പോകാം. ഈ പ്രദേശത്ത് സുധർമ്മൻ എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സുദേഹയും താമസിച്ചിരുന്നു. കുട്ടികളില്ലാത്ത വിഷമത്താൽ സുദേഹ തൻ്റെ സഹോദരിയായ കുഷ്മയെ ഭർത്താവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കുഷ്മ കടുത്ത ശിവഭക്തിയായിരുന്നു. അവർക്ക് ദിവസവും മണ്ണുകൊണ്ട് 101 ശിവലിംഗങ്ങൾ ഉണ്ടാക്കി പൂജിക്കുകയും അടുത്തുള്ള തടാകത്തിൽ അത് നിമജ്ജനം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നീട് കുഷ്മയ്ക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. ഇതിൽ അസൂയ പൂണ്ട സുദേഹ കുട്ടി വളർന്നപ്പോൾ അവനെ കൊലപ്പെടുത്തി അതേ തടാകത്തിലെറിഞ്ഞു. എന്നാൽ ഈ ദുരന്തത്തിലും തളരാതെ കുഷ്മ തൻ്റെ ശിവപൂജയും തടാകക്കരയിലുള്ള പ്രാർത്ഥനയും തുടർന്നു. പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മകൻ ജീവനോടെ തടാകത്തിൽ നിന്നും നടന്നു വരുന്നത് അവൾ കണ്ടു. കുഷ്മയുടെ ഭക്തിയിൽ പ്രസാദിച്ച പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും കുഷ്മയുടെ അഭ്യർത്ഥന പ്രകാരം കുഷ്മേശ്വർ പിന്നീട് കൃഷ്ണേശ്വരായി മാറുകയും ചെയ്തു. അതായത് കുഷ്മേശ്വർ എന്ന പേരിൽ അവിടെ ജ്യോതിർലിംഗമായി കുടികൊള്ളുകയും ചെയ്തു. ഈ കുഷ്മേശ്വരാണ് പിന്നീട് കൃഷ്ണേശ്വരായി മാറിയത്. 12 ജ്യോതിർലിംഗങ്ങളിലെ ഏറ്റവും അവസാനത്തെ ജ്യോതിർലിംഗമാണ് ഇത്. 5 നിലകളുള്ള മനോഹരമായ ഗോപുരവും അതിലെ ശില്പങ്ങളും വാസ്തുവിദ്യാപരമായി ഇവിടെ ഏറെ ആകർഷണമാണ്. ലോകപ്രസിദ്ധമായ എല്ലോറ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. ഇവിടെ സാധാരണ ഉള്ള അഭിഷേകങ്ങൾ, രുദ്രാഭിഷേകമുണ്ട്, സാധാരണ അഭിഷേകമുണ്ട്, അതുപോലെ തന്നെ ലഘുരുദ്രാഭിഷേകം, മഹാമൃത്യുഞ്ജയ ജപം, ബിൽവാർച്ചന, കാളസർപ്പദോഷ പൂജയൊക്കെ ഇവിടെ പ്രത്യേകിച്ച് നടക്കാറുണ്ട്. ക്ഷേത്രസമയം രാവിലെ 5:30 മുതൽ 9, രാത്രി 9:30 വരെയാണ്. ശ്രാവണമാസത്തിൽ പുലർച്ചെ 3 മണിക്ക് തന്നെ ക്ഷേത്രം തുറക്കുന്നതാണ്. ഇവിടെ കർശനമായ വസ്ത്രധാരണ രീതിയാണുള്ളത്. ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ പുരുഷന്മാർ നിർബന്ധമായും തങ്ങളുടെ മേൽവസ്ത്രം, അതായത് ഷർട്ടോ ബനിയനോ അതെല്ലാം നിർബന്ധമായും ഊരി മാറ്റണം. പരമ്പരാഗത രീതിയിൽ മുണ്ട് ധരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ലെതർ ബെൽറ്റുകൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചുകൂടാ എന്ന നിബന്ധനകളും അവർ പറയാറുണ്ട്. സ്ത്രീകളാണെങ്കിൽ സാരിയോ ചുരിദാറോ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളുമൊക്കെ ധരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏറ്റവും അടുത്തുള്ള പ്രധാന നഗരമെന്ന് പറയുന്നത് ഛത്രപതി സംഭാജി നഗർ, അതായത് പഴയ ഔറംഗാബാദാണ്. ഇവിടെ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉള്ളത്. തീവണ്ടി മാർഗമാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഔറംഗാബാദാണ്. മുംബൈ, പൂനെ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് ഒരുപാട് ട്രെയിനുണ്ട്. എയർപോർട്ടാണെങ്കിൽ തൊട്ടടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഔറംഗാബാദ് എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ളത്. അത് ഏകദേശം 37 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ളത്. അപ്പോൾ അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു ജ്യോതിർലിംഗങ്ങൾ കൂടി നമുക്ക് ഈ യാത്രയിൽ സന്ദർശിക്കാം. കൃഷ്ണേശ്വർ ജ്യോതിർലിംഗം. സാധനാപദത്തിനൊപ്പം ഏവർക്കും ഈ യാത്രയിൽ സ്വാഗതം.